നമസ്തേ. അപ്പോൾ ജൂലൈ 29 ആണ് ഈ വർഷത്തെ ഗുരുപൂർണിമ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ദീക്ഷ നൽകുന്നവർക്കും ദീക്ഷ ഒരു ബിസിനസ്സായി കാണുന്നവർക്കൊക്കെ ഉള്ള ചാകരക്കാലം എന്നൊക്കെ പറയാം. ലക്ഷങ്ങൾ കൊടുത്ത് ദീക്ഷ ഒരു ബിസിനസ്സായി നടക്കുന്ന ആൾക്കാരുടെയൊക്കെ ചാകരയാണ് വരുന്ന ഗുരുപൂർണിമ ദിവസം. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപാസകനാകുക അല്ലെങ്കിൽ ഒരു സേവകനാകുക, ദീക്ഷ വാങ്ങി അതിലേക്ക് ചരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു എളുപ്പമുള്ള വഴിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കുറച്ച് കല്ലും മുള്ളും, കുറച്ചെന്നല്ല, കല്ലും മുള്ളും അതുപോലെയുള്ള കുറച്ച് വിഷമതകളൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ദീക്ഷ കൊടുക്കുന്ന ഓൺലൈൻ ഗുരുക്കന്മാരുടെ അടുത്തും പറ്റിപ്പൊക്കപ്പെടുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് എത്തിപ്പെടാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ നിങ്ങളെ ഗുരു നിങ്ങളെ അടുത്തെത്തും. അത് നിങ്ങൾക്ക് തന്നെ തോന്നിക്കത് നിങ്ങൾ ആ വഴിക്ക് എത്തപ്പെടേണ്ട ആളാണെങ്കിൽ. അപ്പോൾ കാരണം കാലഘട്ടം അതാണ്. ഇന്ന് നടക്കുന്ന കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയേണ്ടിരുന്നത്. അപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിയ മന്ത്രത്തിനോ ദീക്ഷക്കോ കൂടുതൽ ഫലമൊന്നും കിട്ടാനും പോകുന്നില്ല. ആ തരുന്ന ആളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള, അല്ലെ ആ വ്യക്തി ആ ദേവതയുടെ എങ്ങനെ ഉപാസിക്കുന്നു, അവരുടെ പാരമ്പര്യം എന്നാണ്. ഇതനുസരിച്ചാണ് ഈ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹകലയും നിങ്ങൾക്ക് കിട്ടാൻ പോണ മന്ത്രത്തിൻ്റെ ശക്തിയും ആ ദീക്ഷയുടെ ഫലമൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് നല്ല സാധനങ്ങൾ മേടിക്കുന്ന പോലെ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. ഗുരു ആരാണ്, ഗുരുവിൻ്റെ തത്വം എന്താണെന്ന് അറിഞ്ഞവൻ്റെ അടുത്തു നിന്ന് ദീക്ഷ വാങ്ങാൻ ശ്രമിക്കും. അതാണ് പറയാനുള്ളത്. കാരണം കലികാലാണ്. അപ്പോൾ ഇരിക്കട്ടെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത്ര പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയൊക്കെ അവരവർക്ക് ചിലപ്പോൾ യോഗങ്ങളുണ്ടാവും. അതൊക്കെ ആ വഴി, ചില വഴികളെ പോയിട്ട് വഴി തെറ്റിയിട്ട് വീണ്ടും പുതിയ വഴി തേടിയെടുക്കേണ്ടതൊക്കെ യോഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളൊരു ഗുരുവിനെ തേടി ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, ആ ദീക്ഷ തന്നു ഗുരു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഗുരുവിനെ നമ്മളെങ്ങനെയൊക്കെയാണ് കാണേണ്ടത്, ഗുരു ആരായിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഒരു ഗുരുവിന് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഗുരു ഒരാളെ ഇഷ്ടപ്പെടുന്നു, അതിനാൽ ഓന് കൂടുതൽ കൊടുക്കുന്നു, മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നില്ല, അതിനാൽ കൊടുക്കുന്നില്ല എന്നൊക്കെ തോന്നാം. അതൊന്നുമല്ല ശരി. ഗുരുവിന് ശിഷ്യന്മാരൊക്കെ എപ്പോഴും ഒരുപോലെ ആയിരിക്കും, കൊടുക്കുന്നതും ഒക്കെ ഒരുപോലെ ആയിരിക്കും. പക്ഷേങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് നോക്കേണ്ടത്. ഗുരുകുലം എപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നീ അതിന് തയ്യാറാണോ? നീ ഗുരു തരുന്നത് സ്വീകരിക്കാൻ നിനക്ക് തയ്യാറാണോ? നിനക്ക് അതിൻ്റെ കഴിവുണ്ടോ? ആ കഴിവിനനുസരിച്ചിരിക്കും നിൻ്റെ മുന്നോട്ടുള്ള യാത്ര. കാരണം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഭൂമിയിലെല്ലാവരുടെയും പ്രകാശം പരക്കും. പക്ഷേ ജനൽ തുറന്ന് വെച്ചവർക്ക് മാത്രമേ അതിൻ്റെ വെളിച്ചം അകത്തേക്ക് കിട്ടൂ. അപ്പോൾ ജനൽ തുറന്ന് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുട്ട് തന്നെയായിരിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ്, നീ തുറന്ന് വെച്ചിട്ടുണ്ടോ, നിൻ്റെ
വിനയമുണ്ടോ നിനക്ക്, നീ സ്വീകരിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങൾ. ആ ഗുരു പറഞ്ഞ വിദ്യയുടെ, ആ ഗുരുവിൻ്റേതായിട്ടുള്ള തരുന്ന സാധനങ്ങൾക്ക് നീ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. നിൻ്റെ ഉള്ളെങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആ ഗുരുകൃപ പ്രവർത്തിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം. നമ്മൾ ഏതൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലും, അല്ലാതെ ഒരാൾക്ക് കൂടുതൽ കൊടുത്തു ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, അതൊന്നുമല്ല. ഗുരുകൃപ എന്ന് പറയുമ്പോൾ അതൊരു മഴ പോലെയാണ്, തുറന്ന ഹൃദയമാണ്. അത് ഭൂമിയിലേക്ക് ഇങ്ങനെ മഴ ഭൂമിയിലേക്ക് പതിക്കുന്ന പോലെ ശിഷ്യന്മാരിലേക്ക് ഗുരു തൻ്റേതായുള്ള അറിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതിനാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ കിടന്നുള്ള ഒരു വിത്ത് മുളച്ച് വരും. പക്ഷേ മഴയെ വിത്ത് കുറ്റപ്പെടുത്തുന്നുണ്ടാ? ഇല്ല. മണ്ണിൽ കിടന്നത് സ്വതവേ തുറന്ന് പിന്നെ അത് മരമാകുന്നു. മഴ അതിനെ മരമാക്കി മാറ്റും. അതുപോലെ തന്നെയാണ് ശിഷ്യനും അങ്ങനെ തന്നെയാണ്. അവൻ്റെ ഉള്ളു തുറക്കുമ്പോഴാണ് ഗുരുകൃപ പ്രവർത്തിക്കാൻ തുടങ്ങുക. അപ്പോൾ ഗുരുകൃപ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ആ നിൻ്റെ ഉള്ളിലെ സാധ്യതയെ ഉണർത്തിത്തരാനാണ് ഒരു ഗുരു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയുന്നതിലും വലിയ അത്ഭുതം ഈ ലോകത്തില്ല. എന്താണോ നീ, അതിനെ കാണിച്ചു തരലാണ് ഒരു ഗുരുവിൻ്റെ വഴി. ഗുരു നിനക്ക് ചിറകുകൾ വെച്ചിട്ട് പറക്കാൻ ചിറകുകളൊന്നും കിട്ടിത്തരുന്നില്ല. നിനക്കുണ്ടായിരുന്ന ചിറകുകൾ ഉണ്ട്, നിനക്ക് ചിറകുകൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു തരും. ഇതൊക്കെ നിനക്കുണ്ട്. അജ്ഞാനം പറയുന്നത് ഞാൻ ഒറ്റക്കാണെന്നാണ്. പക്ഷേ ഗുരുകൃപ പറയുന്നത് നീ ഒരിക്കലും ഒറ്റക്കായിരുന്നില്ല, നിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, നിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അതിനെ തൊട്ട് ഉണർത്തി തരിക. അത് ഏത് വഴിയിലാണോ വേണ്ടത്, അതെങ്ങനെയാണോ നീ അതിലേക്ക് എത്തേണ്ടത്, ഇതൊക്കെയാണ് ഒരു ഗുരുവിൻ്റേതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുരുവിനോട് പെരുമാറുമ്പോഴും ഒക്കെ ഗുരുവാർപ്പണത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു ഗുരുസന്നിധിയിൽ എങ്ങനെയായിരിക്കണം, ഗുരു എങ്ങനെയായിരിക്കണം എന്ന് ആദ്യം പറയുന്നുണ്ട്. അതാ ഞാൻ ആദ്യം മുന്നേ പറഞ്ഞത്, ലക്ഷങ്ങൾ വാങ്ങിയത് കൊണ്ട് മാത്രം ആ വിദ്യക്ക് മഹത്തരമായിട്ടുള്ള അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഗുരു എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനത്തെയുള്ള ഗുരുക്കന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചിരുന്ന ഗുരുക്കന്മാരായി. വഴി നല്ലതാകുമ്പോഴല്ലേ ലക്ഷ്യസ്ഥാനത്തെത്താൻ. അപ്പോൾ എന്താണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതിന് അനുയോജ്യമായ ഗുരുക്കന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അറിവുകൾ തരുമ്പോൾ എന്തിനാണ് ചിലത് എല്ലാം നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു ഗുരുവിൻ്റെ സന്നിധിയിലെത്തി അല്ലെങ്കിൽ ഗുരു സാന്നിധ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലായി നില ധാരണയൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു ചിന്തയേ വേണ്ട. പക്ഷെ എന്താന്ന്, ആ ഗുരു കൃപ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട. ആ ഗുരുകൃപ നിങ്ങളെ എല്ലാം അടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടാത്തത് പോലെയും വേണ്ടുന്നത് നിങ്ങളെ കരത്തിലെത്തിക്കാനും അത് കാരണമാകും. കാരണം നമ്മൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ മാത്രമൊന്നുമല്ല, ഇവിടെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മാത്രം കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നമ്മുടേതായിട്ടുള്ള പൂർവികമായിട്ടുള്ള ആചരണപതികളിലും ദീക്ഷാത്മകാലും അങ്ങനെയൊക്കെ ഈ എഴുതി വെച്ചത് മാത്രമൊന്നുമല്ല. നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ ഈ വായുമണ്ഡലത്തിൽ അനേകം ഗുരുക്കന്മാർ ഋഷിമാരും ഇവിടെ ഇട്ടേച്ച് പോയിട്ടുള്ള കുറേ അറിവുകളുണ്ട്. ഇതിലൂടെ ഒഴുകി നടക്കുന്നുണ്ടാവും. അത് നേടേണ്ടിക്കൽ അതിനാണ് വേണ്ടത് ഗുരുവും ആ ഒരു ഉപാസനയും ഒക്കെ വേണ്ടുന്നതാണ്. അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ വഴി കറക്റ്റാണെങ്കിൽ, വഴി ശരിയാണെങ്കിൽ അങ്ങനെയാണ് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗുരു എന്താണെന്ന് ആദ്യം പഠിക്കണം. ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഗുരുവിൻ്റെ
എന്താണ് ഗുരുവിൻ്റെ പറ്റി ആദ്യം മനസ്സിലാക്കണം. ഗുരു എങ്ങനെയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ശിഷ്യന്മാർ വരുമ്പോൾ ഗുരു ശിഷ്യന്മാരെയും മനസ്സിലാക്കണം. അല്ലാണ്ട് വരുന്ന കൂട്ടർക്ക് മുഴുവൻ വിദ്യ അഭ്യസിച്ച് കൊടുക്കലല്ല ഗുരുവിൻ്റെ ഇത്. കാരണം അങ്ങനെയാകുമ്പോഴാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരിക. അപ്പോൾ ഇന്നയാൾക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമങ്ങളുണ്ട്. ഇന്നേതുപോലെ ചെയ്യണം, ഇന്നതൊക്കെ കൊടുക്കണം. അപ്പോൾ വലിയ വലിയ എന്താ പറയണ്ടത്, ലക്ഷങ്ങളും കോടികളും കൊണ്ട് അമ്മാനമാടുന്ന ഒരു കാലഘട്ടമാണ് ഈ ദീക്ഷയും അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ്സൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നുമല്ല കാര്യം. ചിലത് നമ്മളിലേക്ക് വന്നു ചേരും. അതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങ് യാദൃശ്ചികമായിട്ട് വന്ന് ചേരലാന്ന്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും. ആ വഴിയിലൂടെ പോകുമ്പോൾ അതിന് വഴികാട്ടിയായിട്ടൊരു ഗുരുവിനെ കാണും നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരങ്ങളൊന്നും ഇതുപോലെ മേനി പറഞ്ഞ് നടക്കില്ല. ഞാൻ വലിയ ഗുരുക്കന്മാരാണെന്നൊന്നും പറഞ്ഞ് നടക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. 29-നാണ് ഗുരുപൂർണിമ. അപ്പോൾ ഗുരു ഇല്ല കൂട്ടരൊക്കെ ഗുരുവിനെ ഒന്ന് സ്മരിക്കുക, ഗുരുവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. കാരണം സാക്ഷാൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ആ മഹാഗുരുവും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്വഗുരു പരമ്പരയും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.